നമസ്കാരം. പലപ്പോഴും ഈ ബോംബ് ഭീഷണിയൊക്കെ കാരണം വിമാനങ്ങൾ വളരെ വൈകി പുറപ്പെടുന്ന പതിവ് ലോകമെമ്പാടും ഉള്ളതാണ്. അതുപോലെ തന്നെ വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായിരിക്കും എന്തെങ്കിലും സാങ്കേതിക തകരാറ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കാലാവസ്ഥ മോശമാവുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് വിമാനങ്ങൾ പലപ്പോഴും ഒരുപാട് വൈകി സർവീസ് ആരംഭിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ടായ സംഭവം അതിലും വിചിത്രമാണ്. ഒരു ചെറിയ പാമ്പ് കാരണം ഒരു വിമാനത്തിലെ യാത്രക്കാർ വലഞ്ഞത് 2 മണിക്കൂറിലധികമാണ്. ഓസ്ട്രേലിയയിലാണ് സംഭവം നടന്നത്. മെൽബണിൽ നിന്ന് ബ്രിസ്ബെയിനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വെർജിൻ എയർലൈൻസിൻ്റെ യാത്രാ വിമാനമാണ് ഇത്തരത്തിൽ കുടുങ്ങിയത്. വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വിമാനത്തിൻ്റെ കാർഗോ ഹോൾഡിനുള്ളിൽ ഒരു പാമ്പുള്ളതായി കണ്ടെത്തിയത്. പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ യാത്ര നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് ഈ പാമ്പിനെ പിടികൂടുന്നതിനായി പുറത്തുള്ള ആരുടെയെങ്കിലും സഹായം തേടാൻ വിമാനത്താവള അധികൃതർ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിൽ പാമ്പിനെ പിടികൂടാൻ വേണ്ടി നമ്മൾ ബാബ സ്റ്റേഷനൊക്കെ വിളിക്കുന്നത് പോലെ അവിടെയും അത്തരത്തിലുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പെല്ലി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മാർക്ക് പെല്ലി. ഏതായാലും മാർക്ക് പെല്ലിയെ അടിയന്തരമായി തന്നെ വിമാനത്താവള അധികൃതർ ഫോൺ ചെയ്തതിന് ശേഷം എത്രയും വേഗം വിമാനത്താവളത്തിലെത്തി പാമ്പിനെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വീട്ടിൽ നിന്ന് അരമണിക്കൂർ സമയം കൊണ്ട് വിമാനത്താവളത്തിലെത്തി. പക്ഷേ സുരക്ഷാ പരിശോധന കാരണം വീണ്ടും സമയം നീണ്ടുപോവുകയായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റോളം അധികൃതർ അദ്ദേഹത്തെ സുരക്ഷാ പരിശോധന നടത്തിയതിന് ശേഷമാണ് വിമാനത്തിനടുത്തേക്ക് വിട്ടത്. ആദ്യമേ തന്നെ പെല്ലിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വളരെ ചെറിയ പാമ്പാണ് എന്ന്. ഇതിനെ ആദ്യവട്ടം തന്നെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇത് വിമാനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് എങ്ങാനും കടന്നു കയറിയാൽ പിന്നെ പിടിക്കാൻ കഴിയുകയില്ല എന്നുള്ള സത്യം പെല്ലി ആദ്യമേ തന്നെ വിമാനത്താവള ജീവനക്കാരോട് പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹം വളരെ വൈദഗ്ധ്യം നേടിയ വ്യക്തി എന്നുള്ള നിലയിൽ 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഇതിനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന ഒരു ജാറിൽ അടയ്ക്കുകയും ചെയ്തു. പെല്ലി പിന്നീട് വെളിപ്പെടുത്തിയത് ഇതൊരു പച്ചില പാമ്പാണ് എന്നാണ്. ഇത് വിഷമുള്ള ഇനത്തിൽപ്പെട്ടൊരു പാമ്പല്ല. ഇതൊരു പക്ഷേ ഈ വിമാനം നേരത്തെ സർവീസ് നടത്തിയിരുന്ന ഏതോ സ്ഥലത്ത് നിന്ന് കയറി പറ്റിയതായിരിക്കാമെന്നാണ്. ചിലപ്പോൾ ആരുടെയെങ്കിലും ലഗേജിൽ അറിയാതെ ഇത് കയറിയതായിരിക്കാം. പിന്നീട് അതവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിമാനത്തിനുള്ളിൽ കയറിയ യാത്രക്കാർക്ക് തന്നെ പിന്നീട് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. കാരണം ഒരുപാട് സമയമെടുക്കുന്നതിനെന്ന് അവർക്കെല്ലാം മനസ്സിലായി. പെല്ലിയെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ അസുലഭമായൊരു നിമിഷമാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നേരത്തെയും പലപ്പോഴും വിമാനത്താവളത്തിലെ കെട്ടിടങ്ങൾക്കുള്ളിൽ പാമ്പിനെ കാണുമ്പോഴൊക്കെ തന്നെ അവയെ നീക്കം ചെയ്തതിന് വേണ്ടി ഇദ്ദേഹത്തെ വിളിച്ചു വരുത്താറുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഏതായാലും വൈകുന്നേരം 4:20 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം 6 മണിക്ക് ശേഷമാണ് പുറപ്പെട്ടത്. ഏതാണ്ട് 8:30 കൂടിയാണ് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഒരു ചെറിയ പാമ്പ് വിചാരിച്ചാൽ പോലും ഒരു വിമാനയാത്ര മുടക്കാൻ കഴിയും എന്ന് ഇതോടുകൂടി മനസ്സിലാക്കിയിരിക്കണം. ഒരുപക്ഷേ ഈ പാമ്പിനെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ വിമാനയാത്രക്കിടയിലോ മറ്റോ ആണ് ഇത് വിമാനത്തിനുള്ളിലേക്ക് കടന്നിരുന്നതെങ്കിൽ അത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുമായിരുന്നു. വിമാനം ഒരുപക്ഷെ എവിടെയെങ്കിലും അടിയന്തര ലാൻഡിങ്ങും നടത്തേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഏതായാലും ആദ്യം തന്നെ ഇത് കണ്ടുപിടിച്ചത് കാരണം വലിയൊരു ദുരിതം ഒഴിവായി എന്നാണ് യാത്രക്കാർ വിശ്വസിക്കുന്നത്.